ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഓർഗൻസ സാരിനെ പറ്റിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഓർഗൻസ പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാധാ സോഫ്റ്റ് ഓർഗൻസ, അധികം വില വരുന്നതല്ല, 114 രൂപ, 114 റുപ്പീസ് പെർ മീറ്റർ ആയിരുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്, നമുക്കറിയാം കടകളിൽ 1000 റേഞ്ചിലുള്ള സാരീസ്, ഓർഗൻസ പ്രിന്റഡ് ഓർഗൻസ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു മെഷീൻ എംബ്രോയിഡറി ചെയ്ത ഓർഗൻസ സാരീസ് 1500 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഓർഗൻസ സാരി തന്നെ 30,000 പ്ലസ് റുപ്പീസിലും നമുക്ക് ഹെവി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സാരീസ് നമ്മൾ കടകളിൽ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണ്? ഓർഗൻസ പല റേഞ്ചിലുള്ള ഓർഗൻസ മെറ്റീരിയൽസ് ഉണ്ട്. ഇതിന് ബേസിക്കലി ഓർഗൻസയ്ക്ക് റേറ്റ് ഡിഫറൻസ് വരുന്നത് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ്. ഇപ്പോൾ 20 ഗ്രാംസ് ഓർഗൻസ പ്യുവർ സിൽക്ക് ഓർഗൻസ സിൽക്ക് സാരീസ് ആണെങ്കിൽ അതിന് 430 പെർ മീറ്റർ ഒക്കെയാണ് വരുന്നത്. പിന്നെ അത് ഗ്രാം കൂടുന്തോറും ഇപ്പോൾ 20 ഗ്രാമിനാണ് ഈ റേറ്റ്, 40 ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ, 50 ആണെങ്കിൽ വീണ്ടും കൂടും, 60 ഒക്കെ ആണെങ്കിൽ 1260 ഒക്കെയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ റേറ്റ് ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ വെയിറ്റിന് അനുസരിച്ചാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, അത് നമുക്കറിയാം. ഓർഗൻസ ഒഴുകിക്കിടക്കും, അതിൻ്റെ ഒരു എന്താ ഭയങ്കര ഒരു എലഗൻറ്റ് ഫീലിംഗ് ആണ്. നമ്മളത് ഉടുത്ത് എവിടെ പോയാലും, അത് നോർമൽ ഒരു മരണ ആവശ്യത്തിനാണെങ്കിലും വൈറ്റ് ഓർഗൻസ ഉടുത്തുകൊണ്ട് പോകാം. ആ സെയിം ഓർഗൻസ സാരി തന്നെ വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉടുത്തുകൊണ്ട് പോയാൽ, ഒരു കല്യാണത്തിന് ഉടുത്തുകൊണ്ട് പോയാൽ അതിന് അതിൻ്റെതായ ഒരു ലുക്കുണ്ട്. എവിടെയും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഓർഗൻസ. ഇപ്പോൾ ചില ഓർഗൻസയ്ക്ക് ഭയങ്കര ഷൈനിങ്, ഒരു ഗോൾഡ് ഷിമ്മറൊക്കെയുള്ള ഓർഗൻസ ഉണ്ട്. അത് ബേസിക്കലി നമ്മൾ ഡാൻസ് പ്രോഗ്രാംസ് അങ്ങനത്തെയുള്ള ഇങ്ങനെ തിളങ്ങി നിൽക്കേണ്ട അങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെയാണ് നമ്മളത് എടുക്കുന്നത്. അത് കുറച്ചും കൂടെ സ്റ്റിഫായിട്ടിരിക്കും, ഒതുങ്ങിയിരിക്കില്ല, ഇങ്ങനെ പറന്ന് കിടക്കുന്ന മെറ്റീരിയലാണ്. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഓർഗൻസ മെറ്റീരിയൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗൻസ മെറ്റീരിയൽസും അതിൻ്റെ എന്താണ് ഡിഫറൻസ് വരുന്നത്, അതിന് കാഴ്ചയിൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഓർഗൻസ സാരിയിൽ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഒരു സിൽക്ക് ഓർഗൻസയാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു യെല്ലോ കളർ സിൽക്ക് ഓർഗൻസയാണ്. അപ്പോൾ ഇത് പല കടകളിലും പല റേറ്റ് ആയിരിക്കും. ഇത് സിൽക്ക് ഓർഗൻസ കുറച്ച് സ്റ്റിഫ് എന്നല്ല പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആണ്. പക്ഷെ അതിൻ്റെ അകത്തൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു തരിതരിപ്പ് ഉള്ള ഒരു ഫീലിംഗ് വരുന്ന ഒരു ഓർഗൻസ സാരിയാണ്. ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ്, അത് കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ഒരു ഓർഗൻസ സാരിയാണ്. അതിനകത്ത് പ്രൈസ് ടാഗ് ഉണ്ട്, 5500 റുപ്പീസിൻ്റെ സാരിയാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മളിത് കസ്റ്റമർ പർച്ചേസ് ചെയ്തത്. ഇതിന് മുന്താനയിൽ ഇങ്ങനെ ഷാഡോ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഷാഡോ വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു ഫ്ലവേഴ്സിന് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓറഞ്ച് ഷെയ്ഡും ലീവ്സും ഡബിൾ ഷെയ്ഡ് ഇത് വെച്ചിട്ടാണ് ലീവ്സും സ്റ്റെംസും എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ അല്ല, വളരെ സെറ്റിൽ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി തെറിച്ച് നിൽക്കില്ല. അപ്പോൾ മുന്താനിയിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് വന്നിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത്. ഇത് ഒരു ഫംഗ്ഷനിലൊക്കെ ഉടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ആക്സസറീസൊക്കെ ഇട്ട് നല്ലോണം ബ്ലൗസും തയ്ച്ച് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് ഷോൾഡർ പ്ലീറ്റിൽ വരുന്ന ഒരു ഡിസൈനാണ്. 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ ഫുൾ ഡിസൈൻ ഇല്ല, ഒരു ഫ്ലവറും ബഡ്സ് ഒക്കെ ആയിട്ടാണ് ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന പോർഷനിൽ നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലെഗ് പോർഷനിലാണ്, ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലെഗ് പോർഷനിലാണ് ഡിസൈനിങ് വരുന്നത്. ലെഗ് പോർഷനിൽ ഇതുപോലെ തന്നെ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഒരു ഡിസൈൻ ഉണ്ട് ലെഗ് പോർഷനിൽ. ഇതിൻ്റെ അകത്ത് ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഇടയിലൊന്നും നമ്മൾ ബീഡ്സോ ഒന്നും വെച്ചിട്ടില്ല, സീക്വൻസോ ഒന്നും വെച്ചിട്ടില്ല. അത് വളരെ സിമ്പിളാക്കി തന്നെ വെച്ചിരിക്കുന്നതാണ്. ഈ ബഡിൻ്റെ താഴെ ഒരു പിങ്ക് കളറും കൊണ്ട് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു പോർഷനിൽ കുഞ്ഞ് ലെഫ്റ്റ് ലെഗ് പോർഷനിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല, ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനിങ് ആണ് ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസിൻ്റെ ഇവിടെ ഒരു കുഞ്ഞ് റോസ് ഫ്ലവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സാരി
വന്നിരിക്കുന്നത്. ഇത് സിൽക്ക് ഓർഗൻസയാണ്. ഇത് ഇതും ഒരു സിൽക്ക് ഓർഗൻസയാണ്, പക്ഷെ ഇതിന് സിൽക്ക് ഓർഗൻസ വിത്ത് സാറ്റിൻ ഫിനിഷ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഈ മെറ്റീരിയലും വ്യത്യാസമുണ്ട്. ഇത് 60 ഗ്രാമിൻ്റെ സിൽക്ക് ഓർഗൻസയാണ്. അപ്പോൾ ഇതിന് മീറ്ററിന് 1260 റുപ്പീസ് ആയിട്ടുള്ളതാണ്. ഇത് മദ്രാസിൽ നിന്നാണ് നമ്മൾ ഈ മെറ്റീരിയൽ മേടിച്ചിരിക്കുന്നത്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കസ്റ്റമർ പ്രൊവൈഡ് ചെയ്തതാണ്. ഇത് മദ്രാസിൽ നിന്ന് കസ്റ്റമർ പ്രൊവൈഡ് ചെയ്തതാണ്. മദ്രാസിലത്തെ ആകൃതി എന്ന് പറഞ്ഞ ഷോറൂമിൽ നിന്നാണ് മേടിച്ചത്. അപ്പം 1260 റുപ്പീസാണ് ഈ ഒരു മെറ്റീരിയലിന് വന്നത്. അത് കുറച്ചും കൂടെ ഒരു സാറ്റിൻ ഫിനിഷും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ സ്മൂത്താണ്, നല്ല സുഖമായിട്ട് ഉടുക്കാം. ഇത് രണ്ടും സിൽക്ക് ഓർഗൻസയാണ്. ഇത് സാറ്റിൻ ഫിനിഷ് ഉണ്ടെന്നുള്ളതാണ്. നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത്. ഇത് വന്നിട്ട് വേറൊരു ഓർഗൻസ മെറ്റീരിയലാണ്. ഇത് ഞാൻ പറഞ്ഞ സോഫ്റ്റ് ഓർഗൻസ, അധികം വിലയില്ലാത്തതാണ്, വളരെ ലൈറ്റാണ്, തീരെ ലൈറ്റാണ്, ഒട്ടും വെയിറ്റ് ഇല്ല. എന്ന് വെച്ചാൽ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അതിലും വെയിറ്റ് കുറവായിട്ടുള്ള മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റാണ്. ഇത് എല്ലാം ഫ്ലോയി ആയിട്ടുള്ള തന്നെ മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്ത് ഒരു സിൽവർ ഇതും കൂടെ വരുന്നുണ്ട്. അത് ചില ഓർഗൻസ സാരീസ്, ഇപ്പം സിൽക്ക് ഓർഗൻസ ആണെങ്കിലും ചിലതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലത്തെ ഒരു സിൽവർ ജെറി വരുന്നുണ്ടാക്കും, അല്ലെങ്കിൽ ഗോൾഡൻ ജെറി വരും. അപ്പം ഇങ്ങനെയാണ് 3 ഓർഗൻസ മെറ്റീരിയൽസ്. ഇത് നിങ്ങൾ ഇനിയിപ്പോൾ കടയിൽ പോയി മേടിക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ വെയിറ്റും അവരോട് ചോദിച്ചാൽ മതി ഇത് എത്ര ഗ്രാമിൻ്റെ. അപ്പോൾ കടക്കാരെല്ലാവരും പറഞ്ഞു തരണമെന്നില്ല. അപ്പോൾ അവരോട് തന്നെ ചോദിക്കുക ഇത് എത്ര ഗ്രാമിൻ്റെ ഓർഗൻസ മെറ്റീരിയലാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരും. അപ്പം ഈ വെയിറ്റ് കൂടുന്തോറാണ് ഇതിൻ്റെ റേറ്റ് കൂടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം 40 ഗ്രാം ആണ് എന്നിട്ട് റേറ്റ് ഒരെണ്ണം പറയുകയാണ്, 60 ഗ്രാമിന് അവർ റേറ്റ് കൂട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എന്ന്. അപ്പം അവരതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മളോട് പറയും. നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്, ചോദിക്കുന്നതും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.